കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ ഒരാൾ കൂടി പിടിയിൽ. 3ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത്. ഹോസ്റ്റലിലേക്ക് അനുരാജാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് മൊഴി. കൊല്ലം സ്വദേശിയായ ഈ വിദ്യാർത്ഥിയെ ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. 3ാം വർഷ വിദ്യാർത്ഥി അനുരാജ്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി തന്നെയാണ് അനുരാജ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ പിടിയിലായിട്ടുള്ള ആളുകൾ അവർ നൽകുന്ന കഞ്ചാവ് അതിൻ്റെ ഇടനിലക്കാരനായി പണം പിരിച്ചു നൽകിയിരുന്നത് അനുരാജാണ് എന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം ആഷിക്ക് എന്നീ 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അനുരാജുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. ഇയാളുടെ ഒരു പങ്കാളിത്തം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. ഷാലിക്കും ആഷിക്കും ചേർന്ന് കൊണ്ടുവന്ന 4 പാക്കറ്റ് കഞ്ചാവ് ആകാശിന്റെ മുറിയിൽ എത്തിച്ച്, അതായത് ഏറ്റവും ആദ്യം കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നപ്പോൾ പിടിയിലായ ഇപ്പോൾ റിമാൻഡിലുള്ള ആകാശിന്റെ മുറിയിൽ എത്തിച്ചത് അനുരാജ് ആണ് എന്നൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിന്റെ തെളിവുകൾ കൂടി ലഭിച്ചതോടുകൂടിയാണ് തുടർ നടപടിയിലേക്ക് പോയത്. ഇയാൾ ദൂരേക്ക് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, കളമശ്ശേരി ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് അനുരാജ് പിടിയിലാകുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ കഞ്ചാവ് എത്തിച്ച മറ്റു ചില ആളുകളിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തുന്നത്. പ്രത്യേകിച്ച് ചില വിവിധഭാഷാ തൊഴിലാളികളിലാണ് ഈ കഞ്ചാവ് പൊതികൾ എത്തിച്ചത്. 4 പൊതി കഞ്ചാവ് ഇവിടെ എത്തിച്ചു. അതിൽ 2 മാത്രമാണ് പോലീസിന് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി 2 പൊതി കഞ്ചാവ് മാറ്റിയിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ്. ഇത് ആരാണ് എത്തിച്ചത്, എങ്ങോട്ടേക്കാണ് മാറ്റിയത്, ആരെല്ലാമായിരുന്നു ആവശ്യക്കാരായി ഉണ്ടായിരുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകണം. അനുരാജിന്റെ കൂട്ടാളികളായ ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പ്രധാനമായും പോകുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആകാശ്, അഭിരാജ്, ആദിത്യൻ എന്നിവരായിരുന്നു പിടിയിലായത്. ഇതിൽ അഭിരാജിനും ആദിത്യനും സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. അവരിൽ നിന്ന് ചെറിയ അളവിൽ മാത്രമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു. ആകാശ് ഇപ്പോൾ റിമാൻഡിൽ തുടരുകയായിരുന്നു. തുടർന്നാണ് 2 അറസ്റ്റുകൾ കൂടി ഇന്നലെ ഉണ്ടാകുന്നതും ഇന്ന് അനുരാജ് കൂടി പിടിയിലാകുന്നതും. അങ്ങനെ ആകെ 6 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. അതിൽ 2 പേർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. ഒപ്പം തന്നെയാണ് ഈ ഒരു കഞ്ചാവ് വേട്ട കേസിൽ കൂടുതൽ വിപുലമായ അന്വേഷണത്തിന്റെ ഭാഗമായി വ്യാപകമായ പരിശോധനകളും മിന്നൽ പരിശോധനകളിലേക്കും തന്നെ കടന്നിരിക്കുകയാണ് പോലീസും എക്സൈസും ഡാൻസ് ഓഫ് സംഘങ്ങളെല്ലാം തന്നെ. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും എല്ലാമായി കളമശ്ശേരി മേഖലയിലും ഒപ്പം തന്നെ കൊച്ചി നഗരത്തിലും എല്ലാം നടത്തിയ പരിശോധനയിൽ ചെറിയ അളവിലുള്ള നിരവധി ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. ഇത് എത്തിച്ച ആളുകളെ കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം പുരോഗമിക്കുകയാണ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് 3ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥി അനുരാജിനെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 പേരായി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.